ഹായ് ആൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റിന്റെ സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡിഡ് കലാം സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ഓൺ ഹിസ് ട്രാവൽസ് എബ്രോഡ്? വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് കലാം ഇന്ത്യയിലെ വാർത്തകളൊക്കെ അറിഞ്ഞിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ബൈ റീഡിംഗ് ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻസ് ആൻഡ് പേപ്പേഴ്സ്. കലാം പറയുന്നുണ്ട് ഓൺലൈനായിട്ട് വാർത്തകളും അതുപോലെ തന്നെ മാഗസിൻസിലെയും പേപ്പേഴ്സിലൊക്കെ എഡിറ്റോറിയൽസ് വായിച്ചുമാണ് ഇന്ത്യയുമായിട്ടുള്ള ടച്ച് നിലനിർത്തിയിരുന്നത് എന്ന്. അടുത്ത ചോദ്യം വരുന്നത്, മെൻഷൻ എ ഫ്യൂ പീപ്പിൾ ഹു ഇൻഫ്ലുവൻസ്ഡ് കലാംസ് ഏർലി ലൈഫ്. അബ്ദുൽ കലാമിന്റെ ഏർലി ലൈഫ്, കുട്ടിക്കാലത്തെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസുദ്ദീൻ ആൻഡ് ജലാലുദ്ദീൻ വർ മേജർ ഇൻഫ്ലുവൻസസ് ഇൻ കലാംസ് ഏർലി ലൈഫ്. അപ്പൊ അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഷംസുദ്ദീനും ജലാലുദ്ദീനുമാണ്. ഷംസുദ്ദീൻ എസ്പെഷ്യലി എൻകറേജ്ഡ് ഹിം ആൻഡ് ബിക്കെയിം എ ഗൈഡിംഗ് ലൈറ്റ്. ഇവിടെ പറയുന്നുണ്ട് ഷംസുദ്ദീൻ എനിക്കൊരു വഴികാട്ടി പോലെയാണ്, ഒരു ഗൈഡിംഗ് ലൈറ്റ് ആണെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളത് ഷംസുദ്ദീനാണ്. അടുത്ത ചോദ്യം വരുന്നത്, what was the effect of the sanctions on Kalam's family? How did the family cope with this? രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നുള്ളൂ, ഭക്ഷണമൊക്കെ റേഷൻ പോലെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് അബ്ദുൽ കലാമിന്റെ ഫാമിലിയിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, കലാമിന്റെ ഫാമിലി എങ്ങനെയാണ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സാങ്ഷൻസ് ലെഡ് ടു ഫുഡ് ആൻഡ് ഗുഡ്സ് ബിക്കമിങ് സ്കാർസ്. നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഭക്ഷണത്തിന്റെയും സാധനങ്ങളുടെ ഒക്കെ ലഭ്യത കുറഞ്ഞു വന്നു. ദ ഫാമിലി കോപ്ഡ് ബൈ കോംപ്രമൈസിംഗ് ഓൺ ദെയർ ഓൺ ന്യൂട്രീഷൻ, എസ്പെഷ്യലി ദ വിമൻ ഹു ഡിവൈഡഡ് പോർഷൻസ് എമംഗ് ദ ചിൽഡ്രൻ. ഫാമിലി എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? ആ കുടുംബത്തിലുള്ളവർ അവരുടെ തന്നെ ഭക്ഷണത്തിലാണ് കോംപ്രമൈസ് ചെയ്തത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിന്റെ പങ്ക് കുട്ടികൾക്ക് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. Why does Kalam say my enthusiasm knew no bounds? എന്തുകൊണ്ടാണ് കലാം പറയുന്നത് എന്റെ ആകാംക്ഷയ്ക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല എന്ന്? കലാം വാസ് എക്സൈറ്റഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം ഈവൻ ദോ ഹി വാസ് ജസ്റ്റ് 8 വയസ്സേ ഉള്ളൂ എങ്കിലും അവന്റെ കുടുംബത്തിലേക്ക് അവനെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇത്രയും ആവേശം കലാമിൽ ഉണ്ടായിരുന്നത്. ദ ജോയ് ഓഫ് ബീങ് യൂസ്ഫുൾ മെയ്ഡ് ഹിം ഫീൽ പ്രൗഡ് ആൻഡ് ഇൻതൂസിയാസ്റ്റിക്. അപ്പോൾ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട്, താൻ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു സന്തോഷമാണ് കൂടുതൽ ഇൻതൂസിയാസവും അഭിമാനമൊക്കെ കലാമിന് കൊടുത്തത്. What was the condition posed by the mathematics teacher and how did it impact Kalam's daily schedule? മാത്സ് ട്യൂഷന് പോകുമ്പോൾ അവിടുത്തെ ടീച്ചറുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ആ കണ്ടീഷൻ കലാമിന്റെ ഡെയിലി റുട്ടീൻ, ദിനചര്യയെ എങ്ങനെയാണ് ബാധിച്ചത്? The teacher wanted students to come early in the morning after a bath. Kalam had to wake up very early and adjust his routine to include tuition before his newspaper work. ടീച്ചറുടെ നിബന്ധന എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ കുളിച്ചിട്ട് ട്യൂഷന് വരണം എന്നുള്ളതായിരുന്നു. ഈ നിബന്ധന കൊണ്ട് കലാമിന് വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടതായി വന്നു. അതുപോലെ തന്നെ കലാമിന് ന്യൂസ് പേപ്പർ വർക്കിന് മുമ്പ് ഈ ട്യൂഷനും അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് അത് കലാമിനെ എഫക്ട് ചെയ്തിട്ടുള്ളത്. ഹൗ ഡിഡ് കലാം ഗോ അബൌട്ട് ദ വർക്ക് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ? എങ്ങനെയാണ് കലാം പത്രവിതരണത്തിന് പോയിരുന്നത്? Kalam picked up newspaper bundles from the railway station, sorted them by area and delivered them around town. He later collected dues and helped Samsuddin manage accounts. കലാം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് എറിഞ്ഞു തരുന്ന ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ആണ് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് സ്ഥലം അനുസരിച്ച് ആ പേപ്പേഴ്സിനെ പല പല ബണ്ടിൽസ് ആക്കി തിരിക്കും. അങ്ങനെയാണ് രാവിലെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനുശേഷം സ്കൂളിന് ശേഷം വൈകിട്ട് ഷംസുദ്ദീന് അക്കൗണ്ട്സിലും ഹെൽപ്പ് ചെയ്യും. Newspaper opened up new worlds for young Kalam. Do you agree? Give reasons. പത്രവാർത്തയാണ് കലാമിന് പുതിയ ലോകങ്ങൾ തുറന്നു കൊടുത്തത്. നിങ്ങൾ അതിന് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ന്യൂസ് പേപ്പർ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി ആൻഡ് ഹിറ്റ്ലർ ആൻഡ് ടു നാഷണൽ ഈവന്റ്സ്. ഇത് ശരിയാണ് അല്ലെ? ന്യൂസ് പേപ്പറാണ് പല പല നേതാക്കന്മാരെയും പല പല ആശയങ്ങളും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കലാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗാന്ധിജി, ഹിറ്റ്ലർ, കോൺഗ്രസ്, നാസി ജർമ്മനി, ഈ കാര്യങ്ങളൊക്കെ പത്രം വായിച്ചപ്പോഴാണ് കലാമിന് മനസ്സിലാവുന്നത്. This broadened his thinking and inspired dreams of visiting big cities and meeting great people. ഈ വായന കലാമിന്റെ ചിന്തയെ കുറച്ചുകൂടി വിശാലമാക്കി. അതുപോലെ വലിയ വലിയ സിറ്റി സന്ദർശിക്കണം, വലിയ വലിയ ലീഡേഴ്സ് ആയിട്ടുള്ള ഗാന്ധിജിയെയും നെഹ്റുവിനെയൊക്കെ എനിക്ക് കാണാൻ പറ്റൂ, ഇങ്ങനത്തെ കാര്യങ്ങളും കലാമിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ആണ് യങ് കലാമിന് വലിയൊരു ലോകം തുറന്നു കൊടുത്തത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, കലാം സീസ് ഹി ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ ഇൻ എ ഇയർ. കലാം പറയുന്നുണ്ട് ഒരു വർഷം കൊണ്ട് ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ കാരണം ഞാൻ നീളം വെക്കുകയും ബ്രൗൺ ആവുകയും ചെയ്തു. വാട്ട് ഡസ് ദിസ് സജസ്റ്റ്? ഇതെന്താണ് കാണിക്കുന്നത്? This shows that Kalam became stronger, more active and mature due to his hard work.
ഇത് കാണിക്കുന്നത് കലാം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയി, ആക്റ്റീവായി, ഈ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയി എന്നാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ഹി എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദാറ്റ് ഇയർ. ഇത് കാണിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ളതും എന്നാൽ മാനസികമായിട്ടുള്ള അവന്റെ വളർച്ചയാണ്, ആ വർഷം കൊണ്ട് അവനുണ്ടായിട്ടുള്ള വളർച്ചയെയാണ് ഇത് കാണിക്കുന്നത്. How does Kalam able to ignore the intense tiredness at the end of each day? എങ്ങനെയാണ് കലാം ഒരു ദിവസത്തിന്റെ അവസാനം ഉണ്ടാകുന്ന ആ ഒരു തളർച്ച, ആ ക്ഷീണത്തെ മറികടന്നത്? He felt proud of earning and helping his family. The support and silent pride of his mother gave him the strength to face the daily exhaustion. ഇപ്പൊ കലാം വളരെ യങ് ഏജിൽ അവന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാണല്ലേ. അപ്പൊ ആ സപ്പോർട്ട് കൊണ്ടുള്ള സന്തോഷവും അതുപോലെ തന്നെ അമ്മയുടെ ഒരു അഭിമാനവും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഇന്റൻസ് ടയർഡ്നെസ്സിനെ മറികടന്ന് ഈ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് കലാമിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗമാണ്. ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ: ഗോ ത്രൂ ദ പാസേജ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓഫ് ദ ഓപ്ഷൻസ് ഗിവൻ. ഇവിടെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്: വാട്ട് മോട്ടിവേറ്റഡ് അബ്ദുൽ കലാം ടു ടേക്ക് ഓൺ ദ ന്യൂസ് പേപ്പർ ഡെലിവറി? എന്തുകൊണ്ടാണ്, എന്ത് കാര്യമാണ് ഈ ന്യൂസ് പേപ്പർ ഡെലിവറി എന്നുള്ള ജോലി ഏറ്റെടുക്കാനായിട്ട് കലാമിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത്: സാറ്റിസ്ഫൈ ഹിസ് ഡിസയർ ഫോർ അഡ്വെഞ്ചർ, ടു ഫുൾഫിൽ എ സ്കൂൾ റിക്വയർമെന്റ്, ടു ഇംപ്രസ് ഹിസ് ഫ്രണ്ട്സ്, ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. എന്താണ്, അവന്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് അബ്ദുൽ കലാം ഫേസ്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്? പത്രവിതരണം തുടങ്ങിയപ്പോൾ കലാം ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു എന്നാണ്. ഓപ്ഷൻസ് വരുന്നത്: ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്, ഇൽ ഹെൽത്ത്, ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. എന്താണ്, കലാമിന്റെ ഡെയിലി റൂട്ടീൻ അത് ബാലൻസ് ചെയ്യാനായിരുന്നു. ജോലിയുണ്ട്, എന്നാൽ കലാമിന് പഠിക്കുകയും വേണം. അത് ബാലൻസ് ചെയ്യലായിരുന്നു കലാമിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്. അടുത്ത ചോദ്യം വരുന്നത്: വാട്ട് വാസ് ദ മേജർ ഇഫക്ട് ഓഫ് വേൾഡ് വാർ II ഓൺ കലാംസ് ഫാമിലി? ഇപ്പൊ കലാമിന്റെ ഫാമിലിയിലെ വേൾഡ് വാർ II എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. ദേ ലിവ്ഡ് ഇൻ ഫിയർ, ദേ ഹാഡ് ടു റേഷൻ ഫുഡ്, ലോസ് ദെയർ ഹൗസ്, ലിവ്ഡ് ഇൻ എ റിലീഫ് ഷെൽട്ടർ. എന്താണ്, അവരുടെ ഫാമിലിയിലെ സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിന് സാക്രിഫൈസ് ചെയ്തു, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാഡ് ടു റേഷൻ ദെയർ ഫുഡ്. അവരുടെ ഭക്ഷണത്തിനെയാണ് അവർക്ക് റേഷൻ ചെയ്യേണ്ടി വന്നത്, അതാണ് അവർക്ക് കുറവായിട്ട് വന്നത്. അടുത്ത ചോദ്യം വരുന്നത്: വാട്ട് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിഡ് കലാം ഡെവലപ്പ് ബൈ ന്യൂസ് പേപ്പർ ഡെലിവറി? ന്യൂസ് പേപ്പർ വിതരണം കൊണ്ട് എന്ത് സ്കില്ലാണ് കലാം നേടിയെടുത്തത് എന്നാണ്. ഓപ്ഷൻസ് വരുന്നത്: സൈക്ലിംഗ്, ടെക്നിക്കൽ സ്കിൽസ്, ടൈം മാനേജ്മെന്റ് ആൻഡ് റീഡിംഗ് സ്കിൽസ്. എന്താണ്, സി ആണ് ആൻസർ. ടൈം മാനേജ്മെന്റ് ആണ് കലാം നേടിയെടുത്ത സ്കിൽ. കലാമിന് ഒരു വർഷം ഈ ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്തപ്പോൾ മനസ്സിലായി എത്ര വേഗത്തിൽ ഓടിയാൽ എങ്ങനെ എത്തും, കറക്റ്റ് സമയത്ത് എങ്ങനെ ഈ സ്ഥലത്തെത്താം, ഓരോ ദിവസവും കൃത്യമായ സ്ഥലത്ത് കറക്റ്റ് ഏരിയയിൽ കലാം എത്തിയിരുന്നു. അപ്പോൾ ടൈം മാനേജ്മെന്റ് ആണ് കലാം നേടിയെടുത്ത സ്കിൽ എന്ന് പറയുന്നത്. അടുത്തത്: റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റൂട്ടീൻ? കലാമിന്റെ ദിനചര്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ്. കലാംസ് മദർ woke him up early, helped him bath, served him breakfast and made sure he ate before school. She silently supported him despite worrying about his health. കലാമിന്റെ അമ്മ അവൻ എഴുന്നേൽക്കുന്നതിനേക്കാളും നേരത്തെ എഴുന്നേറ്റ് അവനെ കുളിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്തു, ഭക്ഷണം കൊടുത്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ പോകുന്നത് എന്ന് അമ്മ ഉറപ്പ് വരുത്തിയിരുന്നു. കലാം ഇങ്ങനെ ടയേർഡ് ആവുന്നതിൽ അമ്മ വിഷമിക്കുന്നുണ്ടെങ്കിലും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അഭിമാനം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം വരുന്നത്: കലാം ബാലൻസ്ഡ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ, പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേർഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിംഗ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? ഇവിടെ നമ്മൾ കഥയിൽ കണ്ടത് 8 വയസ്സുള്ള കലാം അവന്റെ ഫാമിലിയിൽ ഒരു ഏർണിംഗ് മെമ്പറായി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം കുട്ടികൾ വീട്ടിലെ റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ആവുന്നതിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. When children take small responsibilities early, they become disciplined, hardworking and empathetic. കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവുകയും അവർ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്യുന്നവരാവുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു എമ്പതിയും വരുന്നുണ്ട്, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവും കുട്ടികളിൽ വരുന്നുണ്ട്. Like Kalam, they learn to value time and understand the needs of the family, shaping them to responsible individuals. കലാമിനെ പോലെ ഈ ചെറിയ പ്രായത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ സമയത്തെയും മറ്റുള്ളവരുടെ ബന്ധങ്ങളെയും വാല്യൂ ചെയ്യാനും കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവർ പ്രാപ്തരാവുകയാണ്. അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. ആക്ടിവിറ്റി 1. Young Kalam had a difficult time collecting newspaper bundles at Rameshwaram station since the trains don't stop there.
കലാമിന് രാമേശ്വരം സ്റ്റേഷനിൽ നിന്ന് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യില്ല. Other residents of the village too found this inconvenient. ആ വില്ലേജിലെ മറ്റ് താമസക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. Imagine the young Kalam takes the initiative to write a letter to the divisional manager, Southern Railway, requesting them to reinstate the stop at Rameshwaram station. അപ്പോൾ കലാം സദേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് ഒരു കത്ത് എഴുതുകയാണ്, അവരുടെ സ്റ്റോപ്പ് വീണ്ടും അവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട്. ആ കത്താണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആ കത്ത് എങ്ങനെയാണെന്ന് ആദ്യം വായിക്കാം. രാമേശ്വരം സ്കൂൾ, തമിഴ്നാടു. Date, the divisional manager, dear sir, madam. Subject, request to reinstate the train stop at Rameshwaram station regarding. I am Abdul Kalam, a student of Rameshwaram school. I write this letter to bring to your kind attention an important matter regarding the railway services in our region. ഇവിടെ പറയുന്നത്, ഞാൻ അബ്ദുൽ കലാം രാമേശ്വരം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ കത്ത് എഴുതുന്നത് ഒരു റെയിൽവേ സർവീസിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ്. ആസ് യു മേ ബി അവെയർ, Rameshwaram is a small historical town rich in cultural heritage. The absence of a train stop at our station is a concern for many residents, as it limits our access to essential goods, services and our travel. ഇപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾക്കറിയാലോ രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ താമസക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടാനും സർവീസ് കിട്ടാനും യാത്രയൊക്കെ അത് ബാധിക്കുകയാണ്. A train stop would greatly help the people of Rameshwaram, allowing us to engage actively with neighboring towns and cities. അപ്പം രാമേശ്വരത്തിന്റെ ഈ സ്റ്റേഷൻ വരുന്നത് വഴി തൊട്ടടുത്തുള്ള ടൗണും സിറ്റീസും ഒക്കെ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അത് ഞങ്ങൾക്കൊരു വലിയ സഹായമായിരിക്കും. സോ ഐ ഷൽ ബി മച്ച് ഒബ്ലൈസ്ഡ് if you could consider our plea and reinstate the train stop at Rameshwaram station. അപ്പോൾ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവന്ന് രാമേശ്വരം സ്റ്റേഷൻ അവിടെ വീണ്ടും തുടങ്ങണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. This would significantly benefit our town and strengthen the bond between the people and railway. ഇത് ഞങ്ങളുടെ ടൗണിന് ബെനിഫിറ്റ്സ് കൊണ്ടുവരികയും ജനങ്ങളും റെയിൽവേയും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കാനായിട്ടും സഹായിക്കും. താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി APJ അബ്ദുൽ കലാം. ഇങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് ലെറ്റർ വരുന്നത്. ഇനി നമുക്ക് ഈ ലെറ്ററിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അത്? ആദ്യം തന്നെ സെൻഡേഴ്സ് അഡ്രസ് ആണ്. ഈ കത്ത് അയക്കുന്ന ആളുടെ അഡ്രസ് ആണ് അല്ലെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. രാമേശ്വരം സ്കൂൾ, തമിഴ്നാട്. അതിനുശേഷം ഡേറ്റ് ആണ്. ഇനി റെസിപ്പിയൻസ് അഡ്രസ് ആണ്. ഈ കത്ത് ആർക്കാണോ നമ്മൾ അയക്കുന്നത്, ഇവിടെ നമ്മൾ ഡിവിഷണൽ മാനേജർക്കാണ് റെയിൽവേയിലെ, അതുകൊണ്ട് തന്നെ റെസിപ്പിയന്റ് അഡ്രസ്സിന്റെ അവിടെ വരുന്നത് ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേ എന്നാണ്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ സല്യൂട്ടേഷൻ ആണ് എഴുതേണ്ടത്. റെസ്പെക്റ്റഡ് സർ ഓർ ഡിയർ സർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? സബ്ജക്റ്റ് ആണ് ഒരു ലെറ്ററിൽ വരുന്നത്. എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്? ഇവിടെ നമുക്ക് രാമേശ്വരം സ്റ്റേഷൻ വീണ്ടും പുനരാരംഭിക്കണം. അപ്പൊ അതാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനിയുള്ള ഭാഗത്തിനെയാണ് ഈ കത്തിന്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ബോഡിയിൽ ആദ്യം വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ പേര് ഇതാണ്, എന്റെ പേര് അബ്ദുൽ കലാം, ഞാൻ രാമേശ്വരത്താണ് താമസിക്കുന്നത്, രാമേശ്വരം സ്റ്റേഷൻ പുനരാരംഭിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. ഇനിയാണ് മെയിൻ കോണ്ടന്റ് വരുന്നത്. മെയിൻ കോണ്ടന്റില് ഈ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ ആളുകളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതില്ലാതായതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് മെയിൻ കോണ്ടന്റിൽ വരുന്നത്. അടുത്തത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷനിൽ പറയുന്നത് എന്താണ്? ഇത് തുടങ്ങിയാൽ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ആയിരിക്കും, അതുപോലെ തന്നെ റെയിൽവേയും ജനങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെയാണ് നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം ആരാണോ എഴുതുന്നത്, ഇവിടെ APJ അബ്ദുൽ കലാം ആണ്, നെയിം ആൻഡ് സിഗ്നേച്ചർ ആണ് വേണ്ടത്. ഇതൊക്കെയാണ് ഒരു ഫോർമൽ കത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. തൊട്ടടുത്ത പേജിൽ നമുക്ക് കാണാം, This letter is a formal one and it has a specific format. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്. ഒരു ഫോർമൽ ലെറ്ററിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. A formal letter follows a clear structure and style. It is typically used for official communication. ഒരു ഫോർമൽ ലെറ്ററിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുന്നത്. ഏതെങ്കിലും ഓഫീസർക്കോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർക്കോ ഹെഡ് മാസ്റ്റർക്കോ ഒക്കെ എഴുതുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ ഫോർമൽ ലെറ്റേഴ്സ് എഴുതുന്നത്. ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ആരാണോ അയക്കുന്നത് സെൻഡറിന്റെ അഡ്രസ് ആണ്, അതിനുശേഷം ഡേറ്റ്, പിന്നെ ഈ കത്ത് സ്വീകരിക്കുന്ന ആളുടെ റെസിപ്പിയന്റ് അഡ്രസ്, പിന്നെ സല്യൂട്ടേഷൻ ആണ് റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, പിന്നെ എന്ത് വിഷയത്തിലാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നത് അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി കത്തിന്റെ ബോഡി പാർട്ടാണ്. അവിടെ ഇൻട്രൊഡക്ഷൻ, മെയിൻ കോണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ ആണ്. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുന്നു. അതിനുശേഷം അവസാനമായിട്ട് ആരാണോ ഈ കത്ത് എഴുതിയത് അവരുടെ പേരും സിഗ്നേച്ചറും ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് വരുന്നത്.
ഇനി ഇവിടെ വന്നിട്ടുള്ള ആക്ടിവിറ്റി നമുക്ക് നോക്കാം. The road to Mussoorie was blocked due to the landslide and the passengers had to face a lot of hardships. One of the passengers decided to write a letter to the Road Transport Authority requesting them to clear the road, attempt the likely letter. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടു അല്ലേ, A Long Walk with Granny. അവിടെ ലാൻഡ് സ്ലൈഡ് ആയിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലുള്ള ഒരു പാസഞ്ചർ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഈ ലാൻഡ് സ്ലൈഡ് ഒക്കെ വേഗം ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫോർമൽ ലെറ്റർ ആണ് നമുക്കിനി എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആ ലെറ്റർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം എഴുതുന്ന ആളുടെ അഡ്രസ് ആണ് സെൻഡേഴ്സ് അഡ്രസ്, ലളിത് ഹൗസ്, മസൂറി, ഉത്തരാഖണ്ഡ്. ഡേറ്റ് 5th June 2025. ഇനി റെസിപ്പിയന്റ് അഡ്രസ് ആണ് വരുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ഉത്തരാഖണ്ഡ്. അടുത്തത് സല്യൂട്ടേഷൻ ആണ് അല്ലെ, ഡിയർ സർ ഓർ മാഡം. ഇനി വരുന്നത് സബ്ജക്റ്റ് ആണ് റിക്വസ്റ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്ലിയറൻസ് ഓഫ് റോഡ് ബ്ലോക്ക് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ് റിഗാർഡിംഗ്. ഇനി നമുക്ക് ഈ ലെറ്ററിന്റെ ബോഡിയാണ് വരുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ, മെയിൻ കോണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ ആണ് വരുന്നത്. ഐ എം ലളിത്, a resident of Mussoorie. I am writing this to bring your attention to the current road block on the way to Mussoorie due to a recent landslide. എന്റെ പേര് ലളിത്, ഞാൻ മസൂറിയിലെ ഒരു താമസക്കാരനാണ്. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് താങ്കളുടെ ശ്രദ്ധ ഇവിടെ നടന്നിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതുകൊണ്ട് തന്നെ റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ആളുകളുടെയൊക്കെ യാത്ര ദുരിതത്തിലാണ്. ആസ് എ പാസഞ്ചർ അഫക്റ്റഡ് ബൈ ദ സിറ്റുവേഷൻ, I would like to request your urgent intervention in clearing the debris and restoring smooth passage for the vehicles. ഈ പ്രശ്നബാധിതനായിട്ടുള്ള ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ താങ്കളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ മാറി യാത്ര വീണ്ടും പുനരാരംഭിക്കാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. The blockage has caused considerable inconvenience to many people, including tourists, elderly passengers and children. ഈ ലാൻഡ് സ്ലൈഡും ഈ ബ്ലോക്കും കുറെ യാത്രക്കാർ, വയസ്സായവർക്കും ടൂറിസ്റ്റുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. We understand that natural calamities are unpredictable, but timely action can help minimize the difficulties faced by the public. എനിക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ സമയോചിതമായ ഇടപെടൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഡിഫിക്കൽട്ടി കുറച്ച് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. വി ഏർണസ്റ്റ്ലി റിക്വസ്റ്റ് ദ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ടു ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു ഡിപ്ലോയ് നെസസറി മെഷീനറി ആൻഡ് വർക്കേഴ്സ് ടു ക്ലിയർ ദ റോഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. അപ്പൊ ഞാൻ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യാണ് ആവശ്യമായിട്ടുള്ള മെഷീനറിയും വർക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ റോഡ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരണമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. Your swift response will be greatly appreciated by all those dependent on this route for travel. നിങ്ങളുടെ പെട്ടെന്നുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഈ വഴി യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും അപ്രിസിയേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ലളിത്. സിഗ്നേച്ചർ. ഇങ്ങനെയാണ് ഫോർമൽ ലെറ്റർ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെയുണ്ട്. ആദ്യം തന്നെ സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, പിന്നെ റെസിപ്പിയന്റ് അഡ്രസ്, പിന്നെ സബ്ജക്റ്റ് ആണ് ഡിയർ സർ ഓർ മാഡം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം ബോഡിയാണ്, അതിൽ ഇൻട്രൊഡക്ഷൻ, മെയിൻ കോണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ ആണ്. അവസാനം നമ്മൾ സബ്സ്ക്രിപ്ഷൻ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞ് എഴുതുന്ന ആളുടെ അഡ്രസ്സും പേരുമാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് ഓരോ ഫീച്ചേഴ്സും ഓരോ ഫോമാറ്റും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഈ ഹെഡിങ്സ് ഒന്നും സബ്സ്ക്രിപ്ഷൻ, സെൻഡേഴ്സ് അഡ്രസ്, റെസിപ്പിയൻസ് അഡ്രസ് ഒന്നും എഴുതരുത്. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Samsudeen offers young Kalam the job of collecting and distributing newspapers from the railway station. അപ്പോൾ ഷംസുദ്ദീൻ കലാമിന് ഒരു ജോലി കൊടുക്കുകയാണ് അല്ലെ, ന്യൂസ് പേപ്പേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഹി റിയലി അഗ്രീസ് ടു ദിസ്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പം കലാമും ഷംസുദ്ദീനും തമ്മിൽ ഈ കാര്യം പറയുന്ന കോൺവെർസേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആ കോൺവെർസേഷൻ നോക്കാം. ആദ്യം ഷംസുദ്ദീൻ ആണ് പറയുന്നത്. കലാം, the train no longer stops here, but I still need to collect the newspaper bundles from the station. സംസുദ്ദീൻ പറയാണ്, കലാം ട്രെയിൻ ഇനി ഇവിടെ നിർത്തില്ല എന്നാണ് പറയുന്നത്, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് കളക്ട് ചെയ്താലേ പറ്റൂ, എന്നാലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കലാം, ദാറ്റ് സൗണ്ട്സ് ഡിഫിക്കൾട്ട്, ഹൗ ഡു യു മാനേജ് ഇറ്റ് നൗ? അതൊരു ബുദ്ധിമുട്ടായാലോ, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? സംസുദ്ദീൻ, ഇറ്റ്സ് ഗെറ്റിംഗ് ഹാർഡ്. ഐ വാസ് തിങ്കിങ്, വുഡ് യു ബി വില്ലിംഗ് ടു ഹെൽപ്പ് മീ കളക്ട് ദ പേപ്പേഴ്സ് ഫ്രം ദ മൂവിംഗ് ട്രെയിൻ? അപ്പോൾ സംസുദ്ദീൻ പറയാണ്, അത് ബുദ്ധിമുട്ടാണ്, ഞാൻ ചിന്തിക്കുന്നത് നിനക്ക് ഈ മൂവിംഗ് ട്രെയിനിൽ നിന്ന് പേപ്പേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? കലാം, മീ, ഐ വുഡ് ലവ് ടു ഹെൽപ്പ്. കലാം പറയാണ്, ഞാനോ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമാണ്. ഇറ്റ് സൗണ്ട് എക്സൈറ്റിംഗ് ആൻഡ് ഐ വിൽ ഗെറ്റ് ടു ഡു സംതിങ് യൂസ്ഫുൾ ആൻഡ് ഐ കൻ ഹെൽപ്പ് മൈ ഫാമിലി ഓൾസോ. കലാം പറയാണ്, അത് എക്സൈറ്റിംഗ് ആണ്, അതുപോലെ തന്നെ എനിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എന്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സംസുദ്ദീൻ, ദാറ്റ്സ് ദി സ്പിരിറ്റ്. യു വിൽ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ആൻഡ്
ബി ഓൺ ടൈം എവറി ഡേ. അപ്പൊ സംസുദ്ദീൻ അത് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ദാറ്റ്സ് ദ സ്പിരിറ്റ്. പക്ഷെ നിനക്ക് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് കറക്റ്റ് ടൈമിൽ അവിടെ പോയി നിൽക്കണം. കലാം, ഐ പ്രോമിസ് ഐ വിൽ ഡു മൈ ബെസ്റ്റ്, താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ഇപ്പൊ കലാം പറയാണ് ഐ പ്രോമിസ്, ഞാൻ എന്തായാലും എന്റെ ബെസ്റ്റ് തന്നെ ചെയ്യാം, എന്നെ വിശ്വസിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത്. സംസുദ്ദീൻ, ഗുഡ് ബോയ്, ലെറ്റ് സ്റ്റാർട്ട് ടുമോറോ ഈവനിങ്. അപ്പൊ സംസുദ്ദീൻ പറയാണ് വെരി ഗുഡ്, നമുക്ക് നാളെ രാവിലെ തന്നെ തുടങ്ങാം എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് കോൺവെർസേഷൻ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററോട് കഴിയാണ്. അടുത്തത് നമുക്ക് ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.